മൈത്രേയൻ, ഇപ്പം മഴക്കാലമല്ലേ? മഴക്കാലത്ത് നമ്മൾ പൊതുവെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൈത്രേയൻ്റെ അനുഭവത്തിൽ അതെങ്ങനെ പങ്കുവെക്കാം? ഡോക്ടർ പറയേണ്ട കാര്യമാണ് ഇയാൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. മഴക്കാലത്ത്, ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം, ജീവിതത്തിൻ്റെ കാര്യത്തിനേക്കാളും മലയാളികൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാലാവസ്ഥ വ്യതിയാനത്തിനെ പറ്റിയാണ്. അതിനകത്താണ് നമുക്ക് ഈ വൈകല്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ പലതവണ ഇത് കാലാവസ്ഥ വ്യതിയാനത്തിനെ പറ്റി പറയും, ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനെ പറ്റി പറയും. ഇപ്പോൾ വേലിയേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ ചോദിക്കേണ്ടത്. ഭക്ഷണവും ബാക്കി കാര്യങ്ങളും നമുക്ക് പറയാം. പക്ഷെ അതിന് മുമ്പ് മലയാളികൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വീട് വെച്ചു കൊടുക്കുന്ന ഗവൺമെൻറ്റിനോട്, വീട് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്, അത് ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗവൺമെൻറ് ശരിക്കും ഈ കടൽ തീരത്തൊക്കെയുള്ള വീടുകളില്ലാത്തിടത്തൊക്കെ വീട് വെക്കുന്നതിന് ശ്രമിക്കരുതെന്ന് പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ആ നാട്ടുകാർ അവിടെ തന്നെ ജീവിക്കുന്നവരാണ്. അവിടുന്ന് അവരുടെ പരമ്പരാഗത തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ നിൽക്കണം എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്ത് നിൽക്കും എന്നും നമ്മൾ അറിയേണ്ടത്. നാട് വിട്ടുപോയവർ തന്നെയാണ്. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒക്കെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടോട്ട് വരികയൊക്കെ ചെയ്യുന്ന ലോകമാണ് നമ്മുടെ. നമുക്കത് ബോധപൂർവം ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഒരു പഴയകാല ബോധം കൊണ്ടാണ്. വേണ്ട വണ്ണം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പണി ചെയ്യാതെ ആളുകളുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആധുനിക ലോകം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏത് ഗവൺമെൻറ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കും. ഒരു സ്ഥലത്ത് ജീവിക്കുന്നവർ ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല എന്നാൽ ഇങ്ങനെ വലിയ വാശിക്ക് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തലമുറയായി ഞങ്ങളിവിടെ ജീവിക്കുകയാണ് എന്നെല്ലാം പറയും. അതൊക്കെ ശരിയുമാണ്, തെറ്റുമല്ല. പക്ഷെ നമ്മുടെ ഈ ലോകത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദീർഘകാലത്തേക്കുള്ള പ്ലാൻ ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യരുടെ വ്യത്യാസം. മനുഷ്യർ മറ്റ് ജീവികളെ പോലെ തന്നെ അവരുടെ എന്താ പറയണ്ടേ, ഞങ്ങളിവിടെ ആയിരുന്നു, ഇവിടുന്ന് ഞാൻ മാറത്തില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ ജീവിച്ചുകൂടാ. എനിക്കൊന്ന് ജീവികൾ പോലും മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്. അതിൽ കുറച്ച് ജീവികൾ മാത്രമായിരിക്കും മൈഗ്രേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ. അവരുടെ കൂട്ടത്തിൽ മനുഷ്യർ പെട്ടുകൂടും. ഇതുകൊണ്ടാണ് എനിക്കൊന്ന് 2 കൊല്ലം മുമ്പ് കണ്ടായിരുന്നു ഞാനിത് എഴുതുമ്പോൾ മീറ്ററിന്റെ വ്യത്യാസമൊക്കെ പറഞ്ഞ് എടുത്ത് കുയുക്തവാദികൾ കുറേ കണക്കുകളൊക്കെ നിരത്തിയായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ് മനസ്സിലായാല് ആ കണക്കൊക്കെ എഞ്ചിനീയർമാർ കണക്ക് കറക്റ്റാക്കി ചെയ്തോളൂ. അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ മനസ്സിലാക്കാനുള്ളത്, ഈ മണലുള്ള സ്ഥലങ്ങളില്ലേ നമ്മൾ കേരളത്തിനകത്ത്, അതെല്ലാം പിൽക്കാലത്ത് ഉണ്ടായ മണലാണെന്ന് നമ്മൾ അറിയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളം ഒരു 300-400 വർഷം മുമ്പ് വലിയ ഒരു കടലുള്ളിലേക്ക് കയറി നിൽക്കുന്ന പ്രദേശം. പല സ്ഥലത്ത് അതിനകത്ത് ആയിരക്കണക്കിന് തുരുത്തുകൾ ഉണ്ടായിരുന്ന സ്ഥലം. 1000 അതിൽ കൂടുതലായി. അത്രയും തുരുത്തുകളുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ എസ്റ്റുറി, അതിന് എന്താണ് മലയാളം എന്ന് എനിക്കറിയില്ല. എസ്റ്റുറി എന്ന് അവർ പറയുന്നത് കടല്, കായല്, തോട് ഇതെല്ലാം കൂടെ കലർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇഷ്ടംപോലെ തുരുത്തുകളുണ്ടായി, ദ്വീപുകൾ, കൊച്ചു ദ്വീപുകൾ. അങ്ങനത്തെ ഒരു പ്രദേശമായിരുന്നു. നമുക്കതിപ്പോൾ ഇങ്ങനെ ജിയോളജി സ്വല്പം ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പാറ അല്ലെങ്കിൽ ഈ ചെങ്കല്ല് പ്രദേശം, ഈ പ്രദേശങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കടലിലേക്ക് ആ വിഴിഞ്ഞ ഭാഗത്തെല്ലാം ഇറങ്ങി നിൽക്കുന്ന നമുക്ക് കാണാം. തിരുവനന്തപുരം ഇതൊക്കെ ചെങ്കല്ലുള്ള, കല്ലുള്ള സ്ഥലങ്ങൾ തന്നെ. പക്ഷെ അവിടുന്ന് നമ്മൾ
കഴക്കൂട്ടം ഭാഗത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേനും മണൽ കാണാം. ശരിക്കും മണൽ വെച്ച സ്ഥലം ആയിട്ട് തന്നെ ഉണ്ടാകും. ഈ കടൽ തീരത്ത് നിന്ന് 500 മീറ്റർ എത്തുമ്പോൾ തന്നെ ചെറിയ കായലുകൾ, അതുപോലെ തന്നെ തോടുകൾ എല്ലാം കാണും. ഇത് മുഴുവനും പിൽക്കാലത്ത് നികന്നു പോയ സ്ഥലമാണെന്ന് മനസ്സിലാക്കി. അത് വർക്കലയിലോട്ട് എത്തുമ്പോൾ കടൽ വരെ ചെങ്കല്ല് വന്ന് നിൽക്കുന്നതാണ്. പക്ഷെ അതിന് ഉൾവശത്തായിട്ടൊക്കെ നമ്മൾ നോക്കിയ പരവൂര് കായൽ, ഇതെല്ലാം അകത്തേക്ക് കയറി നിൽക്കുന്ന പ്രദേശങ്ങൾ. അതേപോലെ തന്നെ കൊല്ലം കുറേ ഭാഗം നമുക്ക് കല്ലുകൊണ്ട് ചെങ്കല്ലുകൊണ്ട് നിൽക്കുന്നതാണ്. വീണ്ടും കായലുകൾ, അഷ്ടമുടി കായലൊക്കെ അങ്ങ് ഉള്ളിലേക്ക് കയറി അവിടെ എല്ലാം ഇപ്പോഴും തുരുത്തുകളായിട്ട് നിൽക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ കായംകുളം ഭാഗത്തോട്ടൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേനും അതെല്ലാം കായലുകൾ. അവിടെ എല്ലാം മണ്ണുള്ള സ്ഥലം ഞാൻ തുരുത്തുകളെ പോലെ ഇരുന്ന സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ മണ്ണുണ്ടായിരുന്നെന്ന് നമ്മൾ പറയുന്നത്. ബാക്കി മുഴുവനും കായലാണ്, കായംകുളം കായൽ. ആ കായംകുളം കായൽ തീർന്ന് തൊട്ടപ്പുറത്ത് തോട്ടപ്പള്ളി, ഇങ്ങനെ അവിടെ എല്ലാം. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയായിട്ട് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടനാടെന്ന് പറയുന്നത് കടലിന് താന്നാണ് നിൽക്കുന്നത്. അപ്പോഴും ഇപ്പുറത്ത് മണ്ണുണ്ടെന്ന് കാണാം. അപ്പൊ കടൽ താന്ന് നിൽക്കുന്ന പ്രദേശമായിരുന്നു പറഞ്ഞാൽ കടലായിരുന്നു എന്നാണ് അവിടെ അർത്ഥം. ഇതിനിടയ്ക്ക് നികന്നു പോയ സ്ഥലങ്ങളാണെന്ന് അറിയാം. അത് നമ്മളിങ്ങനെ കുട്ടനാട് തൊട്ട് ഇങ്ങോട്ട് വന്ന് ഈ കൊച്ചിയിലോട്ട് എത്തും. നമ്മളിപ്പോൾ കൊച്ചിയിലായിരിക്കും. കൊച്ചിയിലോട്ട് എത്തുമ്പോഴത്തേക്കും കൊച്ചിയുടെ മുഴുവൻ വലിയ കായലുകളായിരുന്നു, ചതുപ്പ് നിലങ്ങൾ മാത്രമാണെന്ന് നമുക്ക് കാണാൻ. അതേസമയത്ത് കാക്കനാട് ഭാഗത്തോട്ട് എത്തിക്കഴിയുമ്പോൾ ചെങ്കലുണ്ട്, കുറച്ച് ഭൂമിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ചെറായി അങ്ങോട്ട് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ അതെല്ലാം മണൽ വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ നമ്മൾ തൃശ്ശൂരെടുത്ത്, തൃശ്ശൂര് കോൾപ്പാടങ്ങൾ എന്ന് പറയുന്ന എല്ലാം കടലിനേക്കാളും താമസിക്കുന്ന സ്ഥലമാണ്. ആ കോൾപ്പാടം എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്ത് വലിയ ഈ കടൽ കയറി നിന്നിരുന്ന സ്ഥലം തന്നെയാണെന്നറിയാം. മാത്രമല്ല വള്ളം വന്നിരുന്ന സ്ഥലം ഈ തൃശ്ശൂർ ടൗണിന്റെ നടുവിലുണ്ട് വള്ളം വന്ന് നിന്നിരുന്ന സ്ഥലം. ഇപ്പൊ നമുക്കതൊന്നും കാണാനൊന്നും നോക്കത്തില്ല, അവിടെ നിന്ന് പോയിട്ട്. അതെ, അത് ഞാനത് ഇറങ്ങിപ്പോയ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ. തൃശ്ശൂർ വരെ എത്തിയിട്ടുള്ളൂ. ഞാനിത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ മണ്ണ് ഈ കടലിൽ വന്ന് മുട്ടി നിൽക്കുന്നത് ഈ നല്ല ബലമുള്ള ഈ ചെങ്കൽ കലർന്ന മണ്ണുകളും പാറകളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ മലപ്പുറം ഭയങ്കര ഒരു അത് മലപ്പുറം ഉയർന്ന പ്രദേശവും കൂടെ. അതിന്റെ കാലെല്ലാം കടൽ. അവിടെ തീരപ്രദേശം കുറവാണ്. അതൊന്നും അവിടെ ഇതുവരെ കാണും. നല്ല നീണ്ട തീരപ്രദേശം ഉള്ള സ്ഥലം. അവിടെ ചെറിയ ചെറിയ ഒരു പൊന്നാനിയിലോട്ട് എത്തിയ അവിടെ തീരപ്രദേശം. പക്ഷെ അവിടെ മണലാണ്. അപ്പൊ അവിടെയും കായൽ നിൽക്കാരെന്ന് പറയരുത്. തുറമുഖങ്ങളെന്ന് പറയുന്നത് മുഴുവൻ അത് എങ്ങനെ ഞാൻ മണലിൽ നിൽക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ നമ്മളാ മലപ്പുറം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാഹിയുടെ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെയും കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പാറയും സാധനങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാറ തന്നെ കാണാൻ. അതിന് മുമ്പൊക്കെ പാറ തീരെ കാണത്തില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഈ മലപ്പുറത്തിന്റെ ആ ഭാഗത്തോട്ട് എത്തിത്തോട്ട് നമുക്ക് പാറ കടലില് നിൽക്കുന്നത്. ഇപ്പൊ തലശ്ശേരിയിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും ശരിക്കും പാറയുണ്ട്. അതപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മണൽ കയറി നിൽക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും വെള്ളം കൂടായിരുന്നു, ചതുപ്പുകളായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഈ കടൽ തന്നെയായിരുന്നു, കായൽ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം നോക്കിയാൽ മതി. ഇങ്ങനെ പോയി അങ്ങോട്ട് പോയി കോഴിക്കോടൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം അങ്ങ് ഉള്ളിലെല്ലാം നിൽക്കുമല്ലായിരുന്നു. അപ്പൊ ആ തലശ്ശേരി കഴിഞ്ഞ് കണ്ണൂരും നമുക്ക് പാറകൾ ശരിക്കും കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പാറ കാണാം. കാസർഗോഡോട്ട് എത്തിയാലോ തീരെ പാറയില്ല. ചില സ്ഥലങ്ങളിലുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ വിടവുകളിലാണ് അത്. തലശ്ശേരിയിലെ ആ മുഴുപ്പിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് പാറ ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് വലിയ നീണ്ട തീരപ്രദേശം നമുക്കിപ്പോൾ. പക്ഷെ നേരത്തെ പാറയ്ക്ക് അപ്പുറത്തായിരുന്നു വെള്ളം എന്ന് നമ്മൾ അറിയേണ്ടത്. കാസർഗോഡ് വരെ നമുക്ക് ആലോചിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ ലെവലിൽ നമ്മളങ്ങ് കൊങ്കൺ വരെ ഇതിന്റെ ഒരു
സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഈ മലനിരകളിൽ നിന്നുള്ള മണ്ണ് ഒലിച്ചു വന്നു. കടല് കൊണ്ടുവച്ച മണ്ണും മനുഷ്യർ ഉണ്ടാക്കിയ ഇത് കുറച്ച് നികന്നു കഴിഞ്ഞാൽ അവിടേക്ക് തുരുത്തുകൾ ഒരു കൂന പോലെ വെള്ളത്തിനടിയിൽ പിടിച്ചിട്ട് തെങ്ങ് വെച്ച് എന്നിട്ട് അത് ചിറയാക്കി ഇങ്ങനെ ചെയ്യുന്ന ഒരു 100-300 വർഷം കൊണ്ട് മനുഷ്യരും പ്രകൃതി എന്ന് ഞാൻ പറയുമ്പോൾ മലയും മഴയും കൂടെ ചേർത്ത് കൊണ്ടുവന്ന സാധനവും കടലിനകത്തു നിന്നുള്ള ചേർത്തലയ്ക്ക് അല ചേർത്തതെന്നാണ് അവർ അർത്ഥമൊക്കെ പറയാറുള്ളത്. ആ വാക്കിനകത്തു നിന്ന് തന്നെ കടൽ കുറച്ച് പുറകോട്ട് കഴിഞ്ഞാൽ ഈ എക്കൽ വന്ന് അടിയുമ്പോൾ പുറകോട്ട് നീങ്ങുക എന്ന് പറയുന്നത്. അതേസമയത്ത് എല്ലാ തവണയും അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇത് തെള്ളി മണ്ണ് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ പ്രോസസ്സ് നടന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായെന്നറിയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കടൽ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പറയുന്ന സമയങ്ങൾ. ഇതൊരു ലോക്കൽ ഫിനോമിനയാണ് ഈ പറയുന്നത്. നമ്മുടെ മലകളിലെ മരങ്ങളൊക്കെ വെട്ടി മാറ്റുകയൊക്കെ ചെയ്യും. വെള്ളപ്പൊക്കം ഈ സകല മരങ്ങളും വെട്ടിയാണ് ഈ കാടിൻ്റെ അകത്തുള്ള വലിയ തടികൾ മുഴുവൻ ഇറക്കി കൂപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇവരെല്ലാവരും ഇവിടുന്ന് തടി കൊണ്ടുപോയി. ആ തടി കൊണ്ടുപോയിട്ട് സകല മഴയും പെയ്ത് മണ്ണ് വീണ് അത് ഒലിച്ച് ഈ നദികളിലൂടെ ഇറങ്ങിയാണ് ഈ കായലെല്ലാം നികരുന്നത്. ആ നികരുന്ന പ്രോസസ്സ് പല സമയങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രോസസ്സിനകത്താണ് നമ്മൾ ഈ കാണുന്ന മണലിലുള്ള ഈ സ്ഥലങ്ങൾ. ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്നത് മുഴുവനും അങ്ങനെ ഉണ്ടായതാണെന്ന് അറിയണം. പക്ഷേ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമ്മൾ പറയുന്നത് അതിന് സ്പീഡ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന നമുക്ക് പ്രകടമായ രീതിയിൽ ഒരു വലിയ മാറ്റം വരുന്നത് കഴിഞ്ഞ ഐസ് ഏജ് കഴിഞ്ഞിട്ടാണ്. ഐസ് ഏജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 12,000 വർഷം മുമ്പാണ് വാം പീരീഡ്. പക്ഷെ അതിൻ്റെ സൂക്ഷ്മമായ വശമൊക്കെ പരിശോധിച്ചാൽ ഇത് 20,000 വർഷം മുമ്പ് തൊട്ട് തുടങ്ങിയെന്ന് കാണാൻ പറ്റും. പക്ഷെ അത് അതിൻ്റെ ഒരു നമുക്ക് കൃത്യമായി ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് 12,000 വർഷം മുമ്പാണ്. അന്ന് തൊട്ട് കടൽ ഉയർന്നു. ഐസ് ഉരുകി വെള്ളം പൊങ്ങുന്ന കടൽ ഉയരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കടൽ ഈ 12,000 വർഷത്തിന് മുമ്പ് ആരംഭിച്ച ഐസ് ഏജിനകത്ത് ഇന്ന് 400 അടി ഉയർന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയണം. നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തത്രയും വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്ന്. ആ പൊങ്ങിയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിനകത്താണ് നമ്മൾ ഈ കേരളത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. നടന്നെന്ന് മറക്കരുത്. ഈ കടൽ ഉയരുക എന്ന് പറയുന്നത് നിരന്തരം നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് നടന്നു പോകാൻ. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യ ഒരു ഒറ്റ സാധനമാണ്. അത് നമ്മൾ ഇന്ന് കാണുന്ന ഈ സേതു, ശ്രീരാമൻ ഉണ്ടാക്കിയ സേതു എന്ന് പറയുന്നത് ഇവിടെ അവിടുത്തെ മണ്ണ് തന്നെയാണ്. അതിന് മുകളിൽ വെള്ളം കയറുക ചെയ്തിട്ടുള്ളത്. അപ്പം അതെല്ലാം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല ഈ 60,000 വർഷം മുമ്പ് മനുഷ്യർ നടന്നു പോയത് ഈ നമ്മുടെ ഈ ഇന്ത്യയിലൂടെ കയറി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഭാഗത്തൂടെ നടന്നു വന്ന് ഇന്ത്യയിലൂടെ കയറി ഈ താഴെ അറ്റത്ത് ഈ നമ്മുടെ മധുരയെല്ലാം വഴി മേപ്പോട്ട് പോയി ബംഗ്ലാദേശ് വഴിയാണ് മനുഷ്യർ നടന്നാണ് മൈഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഓസ്ട്രേലിയയിലെത്തി. എന്നുവെച്ചാൽ പാപ്പാന്യൂഗിനിയ വരെ ഉള്ള സ്ഥലത്ത് നമുക്ക് നടന്നു പോകാൻ ഒരു 60,000 വർഷം മുമ്പാണ് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യർ ഇറങ്ങുന്നത്. ആ ഇറങ്ങിയിട്ട് 45,000 വർഷത്തിന് സമയത്ത് ഓസ്ട്രേലിയയിൽ എത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്ന് വെള്ളം ഉണ്ടാക്കാനെന്ന് പറയുന്ന കാലമല്ല. വെള്ളം ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്നത്, ചങ്ങാടം ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്നതൊക്കെ നമുക്കൊരു 10,000 വർഷത്തിനകത്തുള്ള കഥകളാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചങ്ങാടങ്ങളേ ഉള്ളൂ, വള്ളങ്ങളുണ്ടാകും. ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള ആയുധങ്ങളൊക്കെ വേണം. അതേസമയം ചങ്ങാടം ഉണ്ടാക്കാൻ അങ്ങനത്തെ അറിവ് വേണ്ട. ആദ്യത്തെ ഓസ്ട്രേലിയയിലോട്ട് കയറുന്നത് ചങ്ങാടത്തിലായിരിക്കും എന്നാണ് നമുക്ക്. കാരണം ഒരിക്കലും ഓസ്ട്രേലിയ പപ്പാന്യൂഗിനിയയിൽ വന്ന് മുട്ടി നിന്നിട്ടില്ല. വെള്ളം കുറഞ്ഞു നിന്നിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും മുട്ടിയ കാണാവുന്ന ദൂരം വരെ എത്തിയിട്ടില്ലെന്നാ പറയാം. പക്ഷെ ആളുകൾ എന്തായാലും ചങ്ങാടത്തെ കയറി അവിടെ എത്തി എന്നുള്ള കാര്യം സംശയമാണ്. തമ്മിൽ മുട്ടിയിട്ടില്ലാത്ത കാരണം കൊണ്ട് നടന്നെത്തത്തില്ല. അപ്പോൾ അവിടെ കണിശമായിട്ട് അവിടെ എത്തിയപ്പോൾ ചങ്ങാടം എന്ന് പറഞ്ഞാൽ
ഒരു 5000 തൊട്ട് 10000 വർഷം എടുത്താണ് നമ്മൾ ഈ പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേന് കുന്തവും കോലും എല്ലാം മാറിയിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ ഈ നടക്കുക എന്ന് പറഞ്ഞ ഉടനെ കക്ഷത്ത് വെച്ചിട്ട് ഓസ്ട്രേലിയയിലേക്ക് നടന്നതല്ല. അത് പറയണം ആൾക്കാർ എപ്പോഴും നമ്മൾ ഈ മൈഗ്രേഷനെ പറ്റി പറയുമ്പോൾ, ഇവിടെ മീനില്ല, ഇവിടെ മാനില്ല, ഇവിടെ പുല്ലില്ല, ഇവിടെ പഴമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉണ്ടോന്ന് നോക്കി പോയപ്പോൾ പോയ പോക്കാണ് ഈ മൈഗ്രേഷൻ നമ്മൾ പറയുന്നത്. അല്ല ഇന്നൊക്കെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ഇല്ല. ഭക്ഷണം തേടി നടക്കുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന് റേഡിയേഷൻ എന്നാണ് ശരിക്കും പറയുന്നത്. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരിടത്ത് ഇരിക്കുന്ന ഇങ്ങനെ 4 വയസ്സ് പരക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ഭക്ഷണം തേടി നീങ്ങുക എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. ഇതുകൊണ്ടാണ് ഈ 5000 തൊട്ട് 10000 വർഷം എടുക്കുന്നത്. അതിപ്പോൾ ഒറ്റ നടപ്പിന് ഓസ്ട്രേലിയ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നടക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം കൊണ്ടൊക്കെ അവിടെ ആൾക്കാർ നടന്നത്. ഇതങ്ങനെ അല്ല. 5000 തൊട്ട് 10000 വർഷം എടുത്തിട്ടാണ്, അതിൻ്റെ 45000 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ എത്തിയതായിട്ടാണ് നമുക്ക് ഉള്ള തെളിവ്. അവിടെ ഗുഹാചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് വെച്ചിട്ടാണ് ആ തെളിവ് പറയുന്നത്. ഇങ്ങനെ പോയിരുന്ന ഒരു സ്ഥലം ഇന്ന് നമ്മൾ പോയി നോക്കുവാണെങ്കിൽ എത്തിച്ചേരാൻ വയ്യാത്തത് അകലെയുള്ള ഈ ദ്വീപുകളായിട്ടാണ് ഈ സ്ഥലം മുഴുവൻ നിൽക്കുന്നത്. ഈ ന്യൂസിലൻഡും ജപ്പാനും ഒക്കെ ഇങ്ങനെ. ന്യൂസിലൻഡിന്റെ അവിടെ അല്ല, ജപ്പാൻ അങ്ങനെയാണ് ഉണ്ടായത്. ന്യൂസിലൻഡ് വലിയൊരു കോണ്ടിനെന്റാണ്. അതിന്റെ പേര് സീലാൻഡ്. സീലാൻഡ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് വെള്ളത്തിനടിയിൽ താഴ്ന്നു നിൽക്കുന്നു. വെള്ളം പൊങ്ങിയിട്ട് അതിന്റെ കുറച്ച് മേളിൽ നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ന്യൂസിലൻഡ് എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 7 ഭൂഖണ്ഡത്തിനൊക്കെ 8 ഭൂഖണ്ഡമുണ്ട്. നമ്മളിത് നോക്കുവാണെങ്കിൽ കടല് താന്ന് പൊങ്ങി വന്ന് മൂടിപ്പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സീലാൻഡ് എന്ന് അതിന് പറയുന്നത്. അപ്പം അതൊക്കെ വേറെ. ഞാനിപ്പോൾ ആ ഭാഗത്ത് പറയാനാണ്, നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ കഥ പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. വെള്ളം പൊങ്ങിയതാണെന്ന് അറിയാം. പൊങ്ങിയിട്ട് 400 അടി പൊങ്ങിയിട്ടുണ്ട്. ഇനി കോണ്ടിനെന്റൽ ഷെൽഫ് എന്നാണ് നമ്മൾ ഈ ഭൂമിയുടെ ഇതിനെ കാല് കടലിലേക്ക് നീങ്ങിക്കുന്നത്. അപ്പോൾ അത് വെർട്ടിക്കലായിട്ട് മുറിഞ്ഞ് നിൽക്കുന്നത് പോലെ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ നീണ്ട കാലുണ്ട്. അതുപോലെ കുറേ ദൂരം കടൽ വന്നിട്ട് താന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് ഈ കടലിലോട്ട് ഇറങ്ങിയ എല്ലായിടും ആഴം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലയിടത്തൊക്കെ വളരെ ഉള്ളിലോട്ട് നടന്നതിന് ശേഷമേ ആഴം ആരംഭിക്കുകയുള്ളൂ. അപ്പം അതും ഇതുപോലെ അറിയേണ്ടതുണ്ട്. ചിലയിടത്തൊക്കെ 1000 അടിയുടെ ആഴങ്ങളെ മിക്കവാറുമുള്ള സ്ഥലങ്ങളിലെല്ലാം കാണുന്നുണ്ട്. അത് സ്ഥലങ്ങളെ അത് കഴിഞ്ഞിട്ടാണ് 2000 അടി 3000 അടി അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഏറ്റവും ആഴമുള്ള സ്ഥലം വരെ നമ്മൾ മറിയാന ട്രെഞ്ച് നമ്മുടെ എവിടെയാണ് ഇന്തോനേഷ്യയുടെയൊക്കെ ഇപ്പുറത്തോട്ട് മാറി അവിടെയാണ് ഏറ്റവും ആഴമുള്ള കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലം ഉണ്ടാകുന്നത്. അത് ട്രെഞ്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5000 അടിക്ക് താഴോട്ട് എത്തിയതിന് ശേഷം കടലിൽ എത്തിയതിന് ശേഷം ഒരു ഗർത്തം ഉണ്ടാകും. ആ ഗർത്തത്തിനകത്ത് ആണ് നമ്മൾ ഹിമാലയത്തിനേക്കാളും ആഴമുണ്ട്. ഹിമാലയത്തിന് പൊക്കം ഉണ്ടെങ്കിൽ ഹിമാലയം അതിനകത്ത് ഇട്ടാൽ പിന്നെ ഒരു 3000-4000 അടി വെള്ളം അതിന് മേളിൽ നിൽക്കും. അത്രയും ആഴമുള്ള സ്ഥലമാണ് മരിയാന ട്രെഞ്ച് എന്ന് പറയുന്നത്. ബാക്കി പൊതുവെ നമ്മൾ എടുത്താൽ കടലിലെ പല സ്ഥലങ്ങളിലും ആഴങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രെഞ്ചില്ല, ഇത്രയും ആഴമുള്ള സ്ഥലമില്ല. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഇരുന്ന് ഈ വെള്ളം പൊങ്ങി വന്നാണ് ഈ ദ്വീപുകളെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന ലോകമൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയും ഫോസിൽ ഫ്യൂവലും ഒക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയ പോലെ ഇഷ്ടംപോലെ കാർബൺ ഡയോക്സൈഡ് പുറത്താക്കി ഭൂമിയുടെ ചൂട് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന പണി തുടങ്ങി. അത് നമ്മൾ ശരിക്കും സ്പീഡ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു 300 വർഷം നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ്. നേരത്തെ ആണെങ്കിൽ വെള്ളം ആദ്യം ഐസ് ഉരുകി ഞാൻ 10000 വർഷം മുമ്പ് ഐസ് ഏജ് കഴിഞ്ഞ് വാം ആയി തുടങ്ങിയെന്ന് നമ്മൾ പറയും, ചൂടായി തുടങ്ങിയെന്ന് ഞാൻ പറയുമ്പോൾ അന്ന് വളരെ പെട്ടെന്നായിരുന്നു വെള്ളം പോകുന്നത്. ഐസ് വേഗം ഉരുകുന്നുണ്ട്. പക്ഷെ ആ ഉരുക്കം സ്റ്റെബിലൈസ് ചെയ്തായിരുന്നു. നമ്മൾ ഇഞ്ച് കണക്കിന് അടിക്കണക്കിനും മാറി, ഇഞ്ച് കണക്കിനും മാറി, മില്ലിമീറ്റർ കണക്കിലായിരുന്നു കഴിഞ്ഞ ഒരു 5000 വർഷമൊക്കെ ആയിട്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് അറിയില്ല. മില്ലിമീറ്റർ വെച്ചിട്ട് ഒരു 10 വർഷം കഴിയുമ്പോഴും നമ്മളെ വലിയ അനുഭവമായിട്ട് തോന്നത്തില്ലായിരുന്നു വെള്ളം. ആ കാര്യം വെള്ളം ഇവിടെയൊക്കെ ഇപ്പം ചതുപ്പ.
നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കാമെന്ന് പണ്ട് ആളുകൾ വിചാരിക്കുന്ന തരത്തിലുള്ള സ്ഥലമുണ്ട്. അതിനെയാണ് നമ്മൾ ആക്കം കൂട്ടിയത്, നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയത്. അത് കാരണം കൊണ്ട് വീണ്ടും അത് മില്ലിമീറ്ററിനകത്തു നിന്ന് ഈ സെന്റിമീറ്ററിലേക്ക് നീങ്ങുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. വർഷത്തിൽ 1 സെന്റിമീറ്ററിലേക്ക് വെള്ളം പൊങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്രോൾ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഈ എനർജി സോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചാലും ഇപ്പൊ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു മൂവ്മെന്റ് ചൂടാകുക എന്ന് പറയുന്നത് ചൂടിന്റെ വർധനയുടെ സ്പീഡ് അതാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത്. അല്ല, ചൂട് ഉണ്ടാകാൻ തുടങ്ങിയത് 10,000 വർഷം മുമ്പ്. അന്ന് നമ്മൾ പണിയെടുത്തിട്ടില്ല, നമ്മൾ കൃഷി പോലും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വകയല്ല, അത് നമ്മൾ അറിയണം. പക്ഷെ അതിന്റെ സ്പീഡ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വെള്ളമുള്ളതും തീരപ്രദേശങ്ങളിലും ആയിരുന്ന നഗരങ്ങളെല്ലാം ആളുകൾ ഉണ്ടാക്കിയത്. കാരണം വള്ളത്തിൽ ഉപയോഗിച്ചിട്ടാണ് ട്രേഡും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നത്. ഇതൊക്കെ ഈ ഒരു 6,000-7,000 വർഷം മുമ്പ് നമ്മൾ കൃഷി 10,000 വർഷം മുമ്പ് കണ്ടുപിടിച്ചപ്പോൾ തൊട്ടാണ് സെറ്റിൽമെന്റ് ഉണ്ടായത്. അത് നദീതീരങ്ങളിൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്ന പോലെ തന്നെയായിരുന്നു മറ്റു സ്ഥലങ്ങളിലുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് ഈ നദീതീരവും കടൽ തീരവുമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എല്ലാ നഗരങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് അതെല്ലാം ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 400 അടി വെള്ളം പൊങ്ങിയത് കാരണം കൊണ്ട് കടലിൽ കയറി നഗരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നമുക്ക് കാണാൻ പറ്റും. ദ്വാരക പോയതിനെ പറ്റിയൊക്കെ ഇന്ത്യക്കാർ പറയുന്നത് പോലെ തന്നെ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ ഒരു വലിയ നഗരം ഉണ്ടായിരുന്നു, അത് വെള്ളത്തിനടിയിൽ പോയി എന്നൊക്കെ പറയുന്ന ഒത്തിരി കഥകൾ പണ്ടേ മനുഷ്യർ പറയുന്നതാണ്. അത് നമ്മൾ ഈ തീരത്തിന് പ്രദേശങ്ങളെല്ലാം മുങ്ങൽ വിദഗ്ധന്മാർ താഴ്ന്നു പോയി അവർ നിധി കണ്ടുപിടിക്കാനൊക്കെ മുങ്ങിയ കപ്പലെടുക്കാൻ പോവുകയൊക്കെ ചെയ്തവർ അവിടെ എല്ലാം ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ നഗരങ്ങൾ വെള്ളത്തിനടിയിലായി ആണ്ടുപോയതായിട്ട് കാണാം. അപ്പൊ അത് ഈ വെള്ളം പൊങ്ങുന്ന പ്രോസസ്സ് കൊണ്ടാണ് ഉണ്ടായത്. ഇനി നമുക്ക് ആ ഒരു അനുഭവത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. പണ്ട് നമുക്ക് കൊടുങ്ങല്ലൂർ മുസിറിസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. മുസിറിസ് എന്ന് പറയുന്ന വലിയൊരു തുറമുഖ നഗരം ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാവുന്നത്. അവര് ഈജിപ്തുകാരുമായിട്ട് ട്രേഡ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മമ്മിയുടെ മൂക്കിനകത്ത് കുരുമുളക് ഇരിപ്പുണ്ട്. ഒരു മമ്മയുടെ അടുത്ത് മൂക്കിനകത്ത് കുരുമുളക് അന്ന് നമുക്ക് വിലയുന്നത്. ഇപ്പൊ നമുക്ക് വിയറ്റ്നാമിലൊക്കെ കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിന്നും കൂടെ പോയതാണെന്നൊക്കെ. പക്ഷെ അതെല്ലാം ഇവിടെ നിന്നുണ്ടായ ഒരു ചെടി എല്ലായിടും കൊണ്ടുപോയി വളർത്തിയാണ് ഇന്ന് ഇപ്പൊ നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കുരുമുളകൊക്കെ വെക്കുന്ന കാരണം കൊണ്ട് ഇനിയൊക്കെ പാടായിരിക്കും എവിടെ നിന്നാണ് ഇത്. പക്ഷെ അതിന്റെ ജനറ്റിക്സ് ഒക്കെ അറിയുന്ന കാരണം കൊണ്ട് ഒറിജിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ കുരുമുളകൊക്കെ അവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് ആ മുസിരിസ് നഗരം താന്നു പോയി ഇതിന്റെ കൂട്ടത്തിലൊരെണ്ണമാണ് നമുക്ക് അറിയുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള ഫിനോമിനകൾ ഈ കടൽ പൊങ്ങുന്നത് പോലെ തന്നെയാണ് ഈ മണ്ണിടിച്ചില്, മലയിൽ ഇടിച്ചില് എന്ന് പറയുന്നത്, ഭൂകമ്പം എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടെ ചേർന്ന പലതരത്തിലുള്ള ഫിനോമിനകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാറ്റങ്ങൾ. കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചല്ലോ വയനാട്. അതെ, ആ മണ്ണിടിച്ചില് കൊണ്ടുണ്ടാകുന്നത് നമ്മൾ ഈ മണ്ണിടിച്ചില് വെള്ളം നമ്മള് ഉരുള് പൊട്ടുക എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മാത്രം ഒരു ശരിക്കും പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന സാധനം തന്നെയാണ്. പിന്നെ മണ്ണിനകത്തേക്ക് വെള്ളം ആഗീരണം ചെയ്യും. ആദ്യത്തെ 2 ആഴ്ച മഴ പെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞത് ഈ മണ്ണിന് സ്പോഞ്ച് പോലെ ഭൂമി നിറയും. അത് കഴിഞ്ഞ വെള്ളം അതിനകത്തോട്ട് കയറത്തി. അപ്പൊ ആ കയറാതെ വരുന്ന സമയത്ത് ഈ മണ്ണിന്റെ അകത്തെ പാറകളെല്ലാം ലൂസാവും. കാരണം സ്പോഞ്ച് പോലെ വെള്ളം ആയി കഴിയുമ്പോൾ ഇരിക്കുന്ന പാറയുടെ ചുറ്റിനുമുള്ള ഗ്രിപ്പ് പോയിട്ട് ഇത് താഴോട്ട് താഴും. അതാണ് സംഭവിക്കുക. പാറകൾ മണ്ണിനകത്തേക്ക് താഴോട്ട് താഴുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നിറച്ച് വെള്ളമായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വലിയ മഴ ഒരു പ്രദേശത്ത് ഒരു സമയത്ത് ഒഴുകി പോകാൻ പറ്റാത്ത അത്രയും ശക്തമായ രീതിയിൽ മഴ പെയ്യുകയോ 3 ദിവസം അടുപ്പിച്ച് തോരാതെ മഴ പെയ്യുകയൊക്കെ ചെയ്ത ഒരേ ഫിനോമിനയാണ്. അബ്സോർവ് ചെയ്യാവുന്ന അത്രയും അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണിന്റെ സ്വഭാവം എന്ന് പറയും. അത് കഴിഞ്ഞാൽ നമ്മള്
ചൂടായിരിക്കുന്ന ചെളി കട്ട പിടിച്ചു കഴിഞ്ഞാൽ പാറ പോലെ ആകും. വെള്ളം ചേർന്ന് കഴിയുമ്പോഴത്തേന് അതിന് ആ പാറ അനുഭവം, ഭാരത്വം എന്ന് പറയുന്നത് അങ്ങ് പോകും. ഭയങ്കര വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. ഇതുപോലാണ് ഈ മണ്ണിനകത്ത് മഴ അബ്സോർവ് ചെയ്ത് ഒരു സ്ഥലമായിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു പിടിയില്ലാത്ത ഒരു സംഭവമായിട്ട് അങ്ങ് മാറും. മാത്രമല്ല ഈ പാറ ചരിഞ്ഞ് താന്ന് ചരിയാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേന് അതിന്റെ ഗ്രാവിറ്റിയുടെ ഇത് കൊണ്ടാണ് ഇത് ഈ എല്ലാം കൂടെ, അതുകൊണ്ടാണ് നമ്മൾ ഈ പൊട്ടി അടരുന്നത് പോലെ അനുഭവിക്കുന്നത്. ഒരിക്കൽ ഇത് ചരിഞ്ഞങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈ അബ്സോർവ് ചെയ്ത വെള്ളം മുഴുവൻ ഇവിടെ പായും. എവിടെയാണോ പിടിയില്ലാതിരിക്കുന്നിടത്തേക്ക് സകല വെള്ളവും അങ്ങ് ഒഴുകും, ഗ്രാവിറ്റി ഉള്ളിടത്തേക്ക് ഒഴുകും. ആ ഒഴുകുന്ന അതുകൊണ്ടാണ് വലിയ പൊട്ടിത്തെറിച്ച് വന്ന പോലൊക്കെ നമ്മളിങ്ങനെ ആൾക്കാർ പണ്ട് ഞങ്ങളെല്ലാം ഉരുള് പൊട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാറയ്ക്കകത്തു നിന്നാണ് പൊട്ടുന്ന നേരം ഞങ്ങളെല്ലാം പഠിച്ച്, ഞങ്ങൾ കുട്ടിക്കാലത്തെല്ലാം പാറയുള്ളതിൻ്റെ ചോട്ട് ഞാൻ എൻ്റെ കോന്നി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാറയുണ്ട്. 3 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത ഉരുള് പൊട്ടും എന്നാണ് നമ്മളന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പം 3-ാം ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം നേരെ വീടിന് നേരെ മേടിയൊരു പാറയുണ്ട്. ആ പാറയുടെ തൊട്ടപ്പുറത്തെ പാറ പൊട്ടിയിട്ടുകൊണ്ട് അതിനെ മുറിഞ്ഞ കല്ലെന്നാണ് നാട്ടിൻ്റെ പേര്. ഒരു വലിയ പാറ കഷ്ണം ഈ പാടത്തിൻ്റെ നടുവിലിരിപ്പുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരും അത് തന്നെയായി. നമുക്ക് അതുകൊണ്ട് സംശയമൊന്നുമില്ല. നമ്മളെല്ലാം ഈ പാറ പൊട്ടിയാണ്, ഈ പാറയ്ക്കകത്ത് പൊള്ളയായിട്ട് നിറച്ച് വെള്ളം നിറഞ്ഞ് അത് ഇങ്ങനെ സഹിക്കാൻ വയ്യാത്ത അത്രയും വെള്ളം അതിനകത്ത് ആകുമ്പോഴത്തേക്കും പൊട്ടും എന്നായിരുന്നു ഞങ്ങൾ പഠിച്ചത്. കുട്ടിക്കാലത്തെ പഠിത്തമാണ്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെയൊന്നും അല്ല അതിൻ്റെ പ്രോസസ്സൊന്നും. ഞങ്ങൾ പാറയ്ക്കകത്തെ ശബ്ദം, അപ്പം ഞങ്ങളൊക്കെ അന്നൊക്കെ പാറയുടെ മുകളിൽ പോയി ചവിട്ടി നോക്കും. അപ്പോൾ ഇങ്ങനെ പൊന്നൊരു ശബ്ദം കേട്ടാൽ എല്ലാവർക്കും മനസ്സിലായി ഇതിനകത്ത് വെള്ളം നിറയും, പൊട്ടും. ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അറിവൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് കാലത്ത്. അപ്പോൾ ഈ ഉരുള് പൊട്ടുക എന്ന് പറയുന്നത് ശരിക്കും ലാൻഡ് സ്ലൈഡ് തന്നെയാണ്. അത് ഇതിൻ്റെ പ്രോസസ്സ് ഇതാണ്. മണ്ണ് നിറച്ച് വെള്ളം അബ്സോർവ് ചെയ്ത് അതിന് അബ്സോർവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ ഗ്രാവിറ്റിയിൽ പിടിച്ച് ഈ പാറകൾ ഈ മണ്ണിനകത്തു നിന്ന് മൂവ് ചെയ്ത് താഴോട്ട് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉള്ള മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ചു വരുന്ന പ്രോസസ്സിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഉണ്ടായി വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പാടമെല്ലാം നികന്ന് ഇന്ന് നമ്മൾ ഈ പറയുന്ന കേരളമൊക്കെ ഉണ്ടായിരിക്കുന്ന സ്ഥലമുള്ളത് എന്ന് അറിയണം. ഇത്രയാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞത്. നമ്മൾ ഈ ഇത് രൂപപ്പെട്ട് ഈ മണൽ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളും അറിയേണ്ടതാണ്. ഇത് ഗവൺമെന്റ് പ്രശ്നമല്ല, അവിടെ താമസിക്കുന്നവരുടെ പ്രശ്നമല്ല. നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്ത് ഭൂകമ്പം ഉണ്ടാകുമെന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും അടുത്ത മഴ വരുമെന്നും വരൾച്ച വരുമെന്നും പറയുന്നത് ഒന്നും തന്നെ നമ്മൾ നേരിട്ട് ഇടപെട്ട് ഉണ്ടാക്കുന്നതല്ല. അതേസമയത്ത് ഒരു സൈഡിലുള്ള മണ്ണ് വെട്ടിയാലോ മണ്ണ് മേളിലുള്ള മണ്ണ് ഇടിഞ്ഞ് തലയിലോട്ട് വീഴും എന്ന് അറിയുന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾക്ക് അങ്ങനെ ആ സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷെ അതുപോലെ ഇത്തരത്തിലുള്ള വലിയ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല. ആ വ്യതിയാനങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് കൂട്ടി ചൂട് വർദ്ധിപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടായി ഇഷ്ടംപോലെ വെള്ളം പോയി ആവിയായിട്ട് മേപ്പോട്ട് പോയി അത് വീണ്ടും മഴയായി താഴോട്ട് വീണ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേഞ്ചാണ് നമ്മൾ ഇങ്ങനെ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ചൂട് കൂടുന്നത് വഴി കാറ്റിന് വേഗത ഉണ്ടാകും, കൊടുങ്കാറ്റായിട്ട് മാറും. ഈ ചൂടിൻ്റെ വ്യത്യാസം കൊണ്ട് മണ്ണിൻ്റെ പ്രതലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ടെക്ടോണിക് എന്ന് നമ്മൾ പറയുന്ന ഭൂമി പാളികൾ, അതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരവ്യത്യാസങ്ങളുണ്ടാകും. അത് തന്നെ നമ്മൾ വലിയ നഗരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ വെയിറ്റ് ഷിഫ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ സാധ്യതയാണ്. ഒപ്പം തന്നെയാണ് ഡാം കെട്ടുന്നത്. ഡാം കെട്ടുമ്പോഴും അത്രയും വെള്ളം ഒന്നിച്ചൊരിടത്ത് നമ്മൾ ശേഖരിക്കുമ്പോൾ ഇതേപോലെ തന്നെ വെയിറ്റിൻ്റെ ഷിഫ്റ്റ് ഈ ഭൗമപാളിക്ക് ഉണ്ടാകും. അതിനനുസരിച്ചിട്ടുള്ള അത് ഈ ഡാം കൊണ്ടുണ്ടാകുന്ന ഭൂകമ്പം വേറെ ആയിട്ട് തന്നെ അത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതൊരു 4 തൊട്ട് 5-നകത്തേ ഉള്ളൂ. അതിനുള്ള ശക്തികളെ അതിന് കാണുള്ളൂ കുലുങ്ങാൻ. അപ്പൊ ഇത് അത്തരം ഭൂകമ്പങ്ങൾ ഡാമിനെ ബാധിക്കില്ലേ? ഡാമിനെ ബാധിക്കാത്ത നിലവാരത്തിലാണ് ഡാമുകൾ ഉണ്ടാകുന്നത്. ഡാം കാരണം ഉണ്ടാകുന്ന ഭൂമി കുലുക്കങ്ങൾ അതിനെ ബാധിക്കത്തക്കവണ്ണം ശക്തിയുള്ളതല്ല.
പക്ഷെ ഇതൊക്കെ കൊച്ചു കൊച്ചു പലതുള്ളി വരുവെള്ളം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാറ്റ് 40 കിലോമീറ്റർ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനെ 60 കിലോമീറ്റർ സ്പീഡിലാക്കാനായിട്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് പറ്റും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞുകൊണ്ട് വെള്ളം പൊങ്ങും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേലിയേറ്റങ്ങൾ എല്ലാ തവണയും ഇപ്പോൾ ഈ ചെല്ലാനം ഭാഗത്ത് ഒരു പ്രദേശം മുഴുവൻ അവർ ഡൈക്ക് കെട്ടി പൊക്കത്തിൽ ചെയ്ത് അത് പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഞാൻ ഈ പറഞ്ഞ മണൽ പ്രദേശങ്ങൾ മുഴുവനും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്ന് പറയുന്ന നിലവാരത്തിൽ ഈ ഇത് കയറാനുള്ള എല്ലാ സ്ഥലമാണ്. അപ്പം നമ്മൾ എവിടെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മൾക്ക് കേരളത്തിനെ അങ്ങനെ രക്ഷിച്ചെടുക്കണമെന്ന് ആലോചിച്ചാൽ ചെല്ലാനത് ചെയ്ത ആ പ്രവൃത്തി കേരളത്തിന് ഉടനീളം 600 കിലോമീറ്റർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതെ പറ്റത്തില്ല. അപ്പൊ അത് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു മാസീവായിട്ടുള്ള പണം ഇറക്കി ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം നെതർലൻഡ്സുകാർ ചെയ്തിരിക്കുന്ന ഇതുപോലെയാണ്. അവർ 30 അടി ഉയരത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ കടലിനടിയിൽ താന്നാണ് അവർ നിൽക്കുന്നത്. പക്ഷെ 30 അടി ഉയരത്തിൽ അത്രയും വലിയ ഒരു പ്രദേശം അവർ മതിൽ കെട്ടി അവർ ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തക്കവണ്ണമുള്ള പണമൊക്കെ നമ്മൾ ഉത്പാദിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയത്. അതാണ് ആ ലെവലിലൊരു പരിഹാരം. 30 അടി വരെ 30 അടി വരെ അല്ല, 50 അടിക്കും കെട്ടാൻ പറ്റും. പക്ഷെ പണം എവിടുന്നുണ്ട്, അത് എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യമാണ്. അതവിടെ നിൽക്കും. അപ്പം ഞാൻ ഈ പറയുന്നത് ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാലോ ഈ പണം കണ്ടെത്തി ഇതുപോലുള്ളൊരു കാര്യം ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഇനി അങ്ങോട്ട് നമുക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാകുന്ന ലോകം ഉണ്ടാകുകയും ഈ വർക്കുകളെല്ലാം ഡ്രോണൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന തരത്തിലും റോബോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തെന്ന് വരാം. അത് വേറൊരു ഉത്തരവാണ്. ആ ഉത്തരം വരുന്നത് വരെ നമ്മൾ വ്യക്തിഗതമായ ആൾക്കാർ ആലോചിക്കാവുന്ന അടുത്ത ഒരു 50 വർഷത്തേക്കെങ്കിലും മനുഷ്യർ ആലോചിക്കാവുന്നത് നമുക്ക് ഈ വെള്ളം പൊങ്ങി വരാൻ സാധ്യതയുള്ള ഒരു 20 അടി തൊട്ട് 30 അടി വരെയൊക്കെ ഉയരമുള്ള തിരകളൊക്കെ വരാവുന്ന സ്ഥലങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ആയിരിക്കത്തില്ല കടലിലെ ഒരു കാറ്റ് വന്ന് പിടിച്ചു പോയാൽ വരുന്ന സ്ഥലം വളരെ ഉള്ളിലേക്ക് വരും. വേലിയേറ്റങ്ങളിൽ സ്ഥിരമായി വെള്ളപ്പൊക്കമായിട്ട് മാറും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എടുക്കേണ്ട പ്രിക്കോഷൻസ്. ആ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ധനമുള്ള ആളുകൾക്ക് 2 രീതിയിൽ വീട് വയ്ക്കാം. ഈ മണല് ഉള്ള പ്രദേശങ്ങളിലല്ല, അതുപോലെ തന്നെ ഈ തീരപ്രദേശങ്ങൾ, കായല്, തോട്, എന്തിന്റെ തീരപ്രദേശത്തായാലും ഒന്നിൽ ഒരു 20 വർഷത്തേക്കുള്ള പ്രശ്നം പരിഹാരം എന്നുള്ള നിലവാരത്തിലാണെങ്കിൽ 1-ാം നില വേണ്ട. 1-ാം നില എന്ന് പറയുന്നത് കാലയിൽ നിർത്തി പോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സാധനം, ഒരു കാറ് പോലും പാർക്ക് ചെയ്യാത്ത തരത്തിലെ വീടുകൾ വയ്ക്കാവും. അത് പ്രത്യേകിച്ച് മണൽ പ്രദേശങ്ങളിനകത്ത് അത് ആൾക്കാർക്ക് നോക്കാവുന്നതാണ്. കടലിന്റെ ഇതൊക്കെ ഇന്ന് നമുക്ക് ഗൂഗിളിനകത്ത് കിട്ടും. നമുക്ക് എത്രത്തോളം കടൽ പൊങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് 1-ാമത്തെ നില എന്തായാലും വീട് വെക്കാതിരിക്കുക എന്ന് പറയുന്നത്, വീടെന്ന് പറഞ്ഞാൽ തൂണേൽ നിർത്തുക എന്ന് പറയുന്ന ഒരു രീതിയിൽ വീട് വയ്ക്കുക. ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു 20 തൊട്ട് 30 വർഷമാണെന്ന് മനസ്സിലാക്കണം. അതിനപ്പുറത്തോട്ട് ചിന്തിക്കുക. അപ്പോഴത്തേനും വെള്ളം പൊങ്ങുകയും തിരകൾ ഇതിന്റെ മുകളിലത്തെ നിലയിലേക്ക് അടിച്ചു കയറുകയൊക്കെ ചെയ്യുന്നിടത്ത് നമ്മൾ എത്തിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു പരിഹാരം. മറ്റൊന്നുള്ളത് കുറച്ചുകൂടെ നീണ്ട കാലത്തെ പരിഹാരമായിട്ടുള്ളത് വെള്ളത്തിനകത്ത് വീട് വയ്ക്കാൻ പഠിക്കുക. അത് വള്ളത്തെ വീട് വയ്ക്കാൻ പഠിക്കുക. ഫ്ലോട്ടിങ് വീടുകൾ. ഞാൻ പറയുന്നത് ഇവിടുത്തെ ധനമുള്ള ഈ ആലപ്പുഴയിലൊക്കെ ഉള്ള റിസോർട്ട് ഉടമകൾ മുഴുവനും ഈ ധനമുള്ളവർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരാണ് ദരിദ്രരുടെ മോഡൽ. അത്ര നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രദേശത്തെ ആളുകൾ ചെയ്യുന്നത് എല്ലാവർക്കും അവർ വള്ളത്തേലെ എല്ലാ കാര്യം ചെയ്യുന്നവരാണ് കുട്ടനാട്ടുകാർ. പക്ഷെ അവരവിടെ ഹൗസ് ബോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ താമസിക്കാൻ തുടങ്ങി. ഭയങ്കര അത്ഭുതമാണ്. ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ള സ്ഥലമായിട്ട് നമുക്കുള്ളതല്ലെന്നാണ്. 2 വള്ളം ഒന്നിച്ച് കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ
സാധാരണ ഒരു കാറ്റിനും അതിനെ മറിക്കാൻ പറ്റത്തില്ല, ചില അടിച്ച് മറിക്കാനൊക്കെ പറ്റില്ല. അതുപോലത്തെ ഒരു സംഭവമാണ് 2 വള്ളം ഒന്നിച്ച് കെട്ടിയ. ഇതുപോലുള്ള 2 3 വള്ളങ്ങൾ ഉണ്ടാക്കി, വെള്ളം എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുമ്പോൾ ഈ കള്ളവെള്ളം ഉണ്ടാക്കുന്ന പണിയൊന്നും ചെയ്യരുത്. നിലനിൽക്കാൻ ഇത് കുറേ നാൾ നിൽക്കാൻ വേണ്ടിയാണെന്നുള്ള ഓർമ്മയോടെ അതൊക്കെ ചെയ്യണം, നന്നായി ചെയ്യണം. അതേപോലെ നമ്മൾ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് മുഴുവനും ഇതുപോലുള്ള സാധനത്തിനകത്ത് ആക്കാൻ പറ്റും, തരത്തില്ല. അപ്പൊ ഈ ചങ്ങാടങ്ങൾ ഉണ്ടാക്കി, വള്ളങ്ങളിൽ ഉണ്ടാക്കി ഇതിനകത്ത് വീടുകൾ വെക്കുക എന്ന് പറയുന്നത് ധനമുള്ളവർ ചെയ്തു തുടങ്ങിയാൽ ബാക്കിയുള്ളവർ അതിനെ ഫോളോ ചെയ്യും. ഒരിക്കൽ അത് ചെയ്യുവാണെങ്കിൽ ഇനി 10 അടിയല്ല 20 അടിയല്ല 50 അടി വെള്ളം പൊങ്ങിയാലും ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ തീരപ്രദേശത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാറ്റെന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി തിരിയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായത് കാരണം കൊണ്ട് കാറ്റ് ഏറ്റവും കൂടുതൽ പിടിക്കാൻ സാധ്യതയുള്ളത്, കാറ്റുകളുണ്ടാകുന്ന കൊടുങ്കാറ്റുകളുണ്ടാകുന്ന എല്ലാം കിഴക്കൻ തീരങ്ങളിൽ, ഭൂമിയുടെ കിഴക്കൻ തീരങ്ങളിൽ മാത്രമായിരിക്കും ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാവുക. ഇപ്പുറത്ത് അത്രയും ഉണ്ടാകത്തില്ല. ഇതൊന്നും നമ്മൾ ഇതുപോലെ അറിയും. അത് കാരണം നമ്മൾ വലിയ കാറ്റ് വന്ന് നമ്മുടെ പെരയെല്ലാം കളയും എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. നമുക്കിപ്പോൾ അടിക്കുന്ന 40 കിലോമീറ്റർ തൊട്ട് 60 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് 55 കിലോമീറ്ററിൽ കാറ്റടിക്കും, ആരും കടലിൽ പോരുമെന്ന് പറയുന്ന ന്യൂസൊക്കെ എല്ലാവരും വായിക്കുന്ന ഈ കാറ്റിൻ്റെ വലിപ്പം നിയന്ത്രിതമായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിൽക്കും. നമ്മൾ പടിഞ്ഞാറൻ കോസ്റ്റിലുള്ളവരാണ്, ഒരു ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ കോസ്റ്റിലുള്ളവരാണ്. എവിടെല്ലാം ഭൂഖണ്ഡങ്ങളിൽ കിഴക്കൻ കോസ്റ്റുണ്ടോ അവിടെ ഭയങ്കര കൊടുങ്കാറ്റ് വരും. അത് ഈ ഭൂമി തിരിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ സയൻസൊക്കെ വേറെ തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതാണ് എയർ സർക്കുലേഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ കൊണ്ട് നമ്മൾ അങ്ങനത്തെ പേടി വേണം. അടിയന്തരമായിട്ട് കേരളത്തുകാർ ശ്രദ്ധിക്കേണ്ട സാധനമാണ് ഈ 1ാം നില വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് വീട് വയ്ക്കുന്ന രീതി. അത് തീരപ്രദേശത്ത് എവിടെയും ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് ഡിഫൻസ് എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വളരെ നീണ്ട ഒരു കാലയളവിലേക്ക് ഒരു പ്രശ്നമില്ലാതെ ഓരോ വള്ളവും ചീത്തയാകുന്ന കെട്ടിവെച്ചിരിക്കുന്ന സാധനം ചീത്തയാകുന്നത് വരെ നിലനിർത്താൻ പറ്റുന്ന ചങ്ങാടങ്ങൾ ഉണ്ടാക്കി അതിന് മുകളിൽ കൃഷിസ്ഥലം തൊട്ട് ഈ കശ്മീരിലെ ആൾക്കാർ ചങ്ങാടം ഉണ്ടാക്കി അതിന് മേളിലാണ് മണ്ണിട്ടിട്ടാണ് ഈ പച്ചക്കറിയെല്ലാം നടന്നത്, ഡാൽ തടാകത്തിനാണ്. ഇത് നമുക്ക് നമ്മുടെ ഈ കായലിലെല്ലാം ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി കൃഷി നടത്താനും അതിനകത്ത് പറ്റും. അല്ല നമ്മൾ ഈ വിചാരിക്കുന്നത് നമുക്ക് ഈ ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ ഭീകരനെ നമുക്ക് അതിൻ്റെ അകത്തെ കെമിസ്ട്രി താഴേക്ക് വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിപ്പോകാതെ ഒരു കണ്ടെയ്നറിനകത്ത് ആക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ലിഫ്റ്റ് ചെയ്ത് നോക്കി ഒരു വേസ്റ്റ് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കേരളത്തിനകത്ത് സകല വേസ്റ്റ് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് നമുക്ക് കൃത്യമായ ചങ്ങാടം നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ആ ചങ്ങാടങ്ങളുടെ മുകളിൽ നമ്മുടെ വീടുകൾ വയ്ക്കാനായിട്ട് തുടങ്ങിയാൽ വെള്ളം പൊങ്ങുമ്പോൾ ആകെ ഒരു കുറ്റിയേല് ഒരു കയറ് കെട്ടിയിരിക്കുകയാണെങ്കിൽ അത് മേപ്പോട്ടും കീഴ്പോട്ടും നീങ്ങുക എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒരു വെള്ളപ്പൊക്കവും നമ്മളെ ബാധിക്കുകയില്ല. അതാണ് ഞാനൊരു കൂടുതൽ പ്രൊമോട്ടീവായിട്ട് പറയുന്ന ഒരു സൊല്യൂഷൻ. അതാണ്. ഇത് രണ്ടും ചെയ്യാനായിട്ട് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് ഈ ചെങ്കലിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറി വീട് വയ്ക്കുക എന്നുള്ളതാണ് ഈ 3 സൊല്യൂഷൻ. ഒന്നിച്ച് വരുന്ന ഒരു 20 വർഷത്തിനകത്ത് കേരളത്തിലുള്ള ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രശ്നമേ അല്ലാതാക്കി മാറ്റാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വീട് വെച്ച ഈ തീരപ്രദേശത്തൊക്കെ വെച്ചിരിക്കുന്ന സകല സാധനവും ഉപയോഗശൂന്യമായി. കാറ് പാർക്ക് ചെയ്യേണ്ടത് 2ാം നിലയിലായി. അങ്ങനെ ഡിസൈൻ ചെയ്യാവും. ആദ്യത്തെ നില കംപ്ലീറ്റ് ഒഴിയും. അവിടെ അതിൻ്റെ താഴെ എന്തെങ്കിലും പാർക്ക് ചെയ്യാമെന്നുള്ളതിന് കൺസെപ്റ്റേ വെക്കരുത്. അതെല്ലാം ചീത്തയായിരിക്കും. അതിന് കാറ് സഹിതം 2ാം നിലയിലേക്കോ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്ന സാധനം ഫ്രീ ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരു വലിയ ഒരു സൊല്യൂഷൻ കേരളത്തിനകത്ത് മുഴുവൻ സ്ഥലത്തും ഈ പറയുന്ന താഴ്ന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആൾക്കാരും ചെയ്യണമെന്ന് ഞാനൊരു ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെന്റ് വന്ന് ചെയ്തു തരും. അല്ലെങ്കിൽ ഗവൺമെന്റുകൾ വീട് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. പക്ഷെ വീട് വെച്ചാൽ അതിനകത്ത് ഇപ്പൊ ചങ്ങാടത്തിൽ വീട് വെച്ചാൽ ഞങ്ങൾ താമസിക്കത്തില്ലെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നത് അത് ആദ്യത്തെ ഗവൺമെന്റ് വെച്ച് കൊടുക്കരുത്. ധനമുള്ളവർ വെച്ച്
അത് ഭയങ്കര സംഭവമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഗവൺമെന്റും വെച്ചു കൊടുക്കാം. ആദ്യം ഒരു വെക്കാൻ നോക്കിയാൽ അതിനകത്ത് താമസിക്കാൻ ആളെ കിട്ടത്തില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഏത് പുതിയ സംവിധാനത്തിനകത്ത് ഈ ഒരു പ്രശ്നം, ആളുകളുടെ ട്രഡീഷന് ആളുകൾ ഞങ്ങളിങ്ങനെ ജീവിച്ചിട്ടില്ല എന്ന് പറയും. ഇതേപോലെ ഈ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ കാർഷിക മേഖലയിലൊക്കെ ഉള്ള നമ്മുടെ നാടിൽ നമ്മളെല്ലാം കൃഷിക്കാരായി മാറിയിട്ടുണ്ട്. പക്ഷെ മീനെ പിടിക്കുന്നത് ഇന്ന് കൃഷിയായി മാറിയിട്ടുണ്ട്. അത് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറഞ്ഞാൽ കാലത്ത് കിടക്കുക, കടലിൽ ചെന്ന് പിടിക്കുക തന്നെ. പണ്ട് മാനിനെ ഇതിനെയൊക്കെ വേട്ടയാടി ജീവിച്ചിരുന്നവരുടെ കാലത്ത് തന്നെയാണ് നമ്മുടെ മീൻപിടുത്തക്കാർ ജീവിക്കുന്നത്. അങ്ങനല്ല വേണ്ട. കടലിൽ കൃഷി ആരംഭിക്കണം, മീൻ കൃഷി ആരംഭിക്കണം. ഇതാണ് അടുത്ത നമ്മുടെ ഈ മേഖലയിലുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ. അത് നിങ്ങൾ കംബോഡിയയിൽ പോയാൽ കാണാൻ പറ്റും, ജപ്പാനിൽ പോയാൽ കാണാൻ പറ്റും, ചൈനക്കാർ, വിയറ്റ്നാംകാർ, ഇവിടെ എല്ലാം അവർ വ്യാപകമായി കടലിൽ കൃഷി ചെയ്യുന്നുണ്ട്. മീൻ കൃഷിയെ പറ്റി ഞാൻ പറയും. കടലിൽ എങ്ങനെ കൃഷി ചെയ്യും? എങ്ങനെയാണ് വല എന്ന് പറയുന്നത്? ചീത്തയാകാത്ത വല, ഇതെല്ലാ സാധനവും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അനാവശ്യമായിട്ട് പുറത്ത് ഇപ്പൊ ഉപദ്രവമായിട്ടാണ് കിടക്കുന്നത്. ഇത് മുഴുവനും ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ കൃഷി ചെയ്ത് നമ്മള് ഹണ്ടർ ഗ്യാദറിംഗ് ആയിട്ട് കഴിയുന്ന ലോകത്തല്ല ഇനി മീൻ കൃഷി നിൽക്കുന്നത്, വളർത്തിയെടുക്കേണ്ടത്. അത് കടലിൽ തന്നെ ചെയ്യേണ്ടത്. കടലിൽ തന്നെ നമുക്ക് പലതരത്തിൽ അത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് അതിന്റെ സാങ്കേതിക വിദ്യകളെ പറ്റി ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. ഈ നമ്മുടെ കായലുകളിൽ മുഴുവൻ ചെയ്യാം, തോടുകൾ, ആറ്റുകളിലെല്ലാം ചെയ്യാൻ പറ്റും. അതിന്റെ സാങ്കേതിക വിദ്യകളൊക്കെ ഞാൻ ഈ പറഞ്ഞ വികസിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ്, ചൈന ചെയ്യുന്നൊക്കെ നമ്മൾ പോയി കണ്ടാൽ നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്ന് പോകുന്ന ലോകത്തിൽ അവർ കൃഷി തുടങ്ങി. കടല് അതെല്ലാം നമുക്ക് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഈ പരമ്പരാഗത മീൻ പിടിക്കുന്നവര് ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിട്ട് ഭക്ഷണം നായാടി കൊണ്ടുവരുന്ന യുക്തിയിൽ ഇനി തുടരരുത്. നമ്മൾ വള്ളം ഊന്നി തുഴഞ്ഞു നടന്നവരായിരുന്നു. അവിടെ നമ്മളിന്ന് മോട്ടോർ വെച്ച് ഓടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാറാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആദ്യം മണ്ണെണ്ണ വെച്ച്, അത് കഴിഞ്ഞിട്ട് പെട്രോൾ വെച്ചിട്ട് എല്ലാം നമ്മളിപ്പോൾ ഓടിക്കുന്നുണ്ട്. ഫൈബർ വെള്ളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുടിവെള്ളം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചാൽ കൊണ്ടുവന്നിരുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് ബോർവെല്ലാം. അല്ല, ബോർവെല്ലിന്റെ സാധനത്തിനൊക്കെ ഉള്ള സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ട്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴും. പക്ഷെ ഡീസാലിനൈസേഷൻ എന്ന് പറയുന്ന സാധനം അതിന് ടെക്നോളജി ഉള്ളതാണ്. ഇന്ന് ചെലവ് കുറഞ്ഞ മെക്കാനിസങ്ങൾ ലോകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും വിചാരിക്കരുത്, ഉണ്ടായിട്ടുമുണ്ട്. അത് സെർച്ച് ചെയ്ത് അവർ തരുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പണിയെടുക്കുന്നത്. കടൽ വെള്ളത്തിനകത്ത് വെള്ളം ശുദ്ധവെള്ളമാക്കുന്ന, ഏത് വെള്ളവും ശുദ്ധവെള്ളമാക്കുന്ന ഇഷ്ടംപോലെ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അതിന് ചെലവ് കൂടുതലായിരിക്കുന്ന മെക്കാനിസത്തിൽ നിന്ന് ചെലവ് കുറഞ്ഞ മെക്കാനിസത്തിലേക്ക് എങ്ങനെ വരും എന്നുള്ളത് സാധനം. അത് ചെലവ് കുറഞ്ഞ മെക്കാനിസം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാനിതെല്ലാം കൂടെ അങ്ങ് പറയില്ല. പക്ഷെ നമ്മുടെ സ്വന്തം സാധനങ്ങൾ കണ്ടുപിടിക്കാനും എടുക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധ വരുന്നത്. ആ മേഖലയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത നൂറ്റാണ്ട് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഒരു കാര്യമില്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കില്ല. ഈ പെയ്യുന്ന മഴ മുഴുവൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കടലിൽ പോയിട്ട് ഒലിച്ചു പോകേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. വലിയ ഈ സഞ്ചികൾ ഉണ്ടാക്കി, പ്ലാസ്റ്റിക് സഞ്ചികളോ അല്ലാതെ ഈ ലെതറിന്റെ ഒക്കെ സഞ്ചികൾ ഉണ്ടാക്കി ഈ വെള്ളം അങ്ങ് ടാപ്പ് ചെയ്ത് അടച്ചാൽ മതി. ഉണക്ക് വരുന്ന സമയത്ത് അതിനകത്തുനിന്ന് നമുക്ക് പമ്പ് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റും. രാജ്യങ്ങളിലെല്ലാം ഈ കടൽ വെള്ളമാണല്ലോ ശുദ്ധവെള്ളമാക്കി. അതിന് ചെലവ് കൂടുതലുണ്ട്, അത്രയുള്ളൂ ഉള്ളത്. ആ ചെലവിന് അതിന് ഇലക്ട്രിസിറ്റി നമുക്ക് വേണം. സോളാറിൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ തീരപ്രദേശത്താണെങ്കിൽ വെയിലിന് കുറവൊന്നും വരത്തില്ല. അപ്പൊ അത് കാരണം കൊണ്ട് വളരെ നന്നായിട്ട് തന്നെ അത് ആ വെള്ളം എടുക്കാൻ പറ്റും. ഇതുപോലുള്ള മേഖലയിലുള്ള ഇന്നോവേഷൻസ് കാര്യങ്ങളും ഇതിനെ സമാന്തരമായി ചെയ്യുകയും കൂടെ ചെയ്താൽ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ ഒരു പ്രശ്നമില്ലാതെ ട്രാൻസിഷൻ, നമ്മൾ ഈ പറയുന്ന വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഈ പറയുന്ന സാധനങ്ങളെ പ്രകൃതിയുടെ അറ്റാക്ക് എന്ന് പറയുന്നതിനെ
നന്നായി നമുക്ക് അനുകൂലമായ രീതിയിൽ മാറ്റാം. മഴ കഴിഞ്ഞാൽ ചൂട് കൂടുന്ന സമയത്ത് കൂടുതൽ നീരാവി പോവും, പെയ്യുമ്പോൾ വലിയ മഴ വരും. മഴ പെയ്യുന്നത് കുടിവെള്ളമാക്കി മാറ്റാനുള്ള, സ്റ്റോർ ചെയ്യാനുള്ള മെക്കാനിസങ്ങളായിട്ടാണ് അത് മാറുന്നത്. അതുകൊണ്ടാണ് ഏത് സാധനത്തിനോടും ഏത് മാറ്റത്തിനോടും അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ജീവികളാണ് ജീവൻ. നമ്മൾ അവിടെയാണ് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ദുരന്തം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയൊന്നുമല്ല. അതിനു വേണ്ടി ഒരുങ്ങുകയും അതിനനുസൃതമായി ജീവിക്കാൻ പഠിക്കുകയും ചെയ്യുന്ന ഏത് ജീവിയും നിലനിൽക്കും. മനുഷ്യനാണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവന്റെ ബുദ്ധിയാണ്. മറ്റു ജീവികൾക്ക് ഇല്ലാതിരിക്കുന്നത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ് ഉള്ള ജീവിയാണ്. അത് കൂടുതൽ ഉപയോഗിച്ച് ഈ തരത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ അനുഭവിക്കുന്ന വെള്ളം വരാൻ പോകുന്നു, ഇതെന്താ ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും പരിഹാരങ്ങളുടേതായ സ്ഥലങ്ങളുണ്ട്. അത് ഒരു ജനത മുഴുവനും കൂടെ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ ട്രാൻസ്ഫോർമേഷൻ വളരെ ഡിഫറെന്റ് ആയ ഒരു കേരളം നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും. ഈ നമ്മൾ വയലിൽ വയലിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. ഇപ്പൊ വീട് വെക്കാൻ പറ്റില്ല വയലിൽ. ഇതേപോലെ തന്നെ തീരദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും നിയമങ്ങൾ കൊണ്ടുവരണം. അല്ല, നിയമങ്ങൾ കൊണ്ടുവന്നാല് പകരം കൊടുക്കാതെ ഓരോ നിയമം കൊണ്ടുവരും. ഞാൻ പറയുന്നത് ജനങ്ങളോട് ചർച്ച, എവിടെയാണ് ഈ പഞ്ചായത്തൊക്കെ ഉണർന്ന് ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ വലുതാണ്, നമ്മൾ വിചാരിക്കുന്ന ഒരു ഗവൺമെന്റിനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലെന്നറിയാം. നിരോധനത്തിന്റെ നിയമങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. ആൾട്ടർനേറ്റീവായ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് മോഡലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തരത്തിലുള്ളത്? നമുക്ക് ഇത്ര വർഷമായിട്ട് നമുക്ക് വെറുതെ നോക്കിയാൽ മതി. ഈ കടലും കായലും തോടും ഉണ്ടായിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് താമസിക്കാനും എടുക്കാനും പറ്റും. നമ്മൾ ഈ ശ്രീലങ്കയിൽ പോയാൽ പോലും നമ്മൾ കണ്ടുപോകും എത്ര ഭംഗിയായിട്ടാണ് അവരതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ട് മാറാൻ നമുക്ക് പറ്റാതിരിക്കുന്നത് നമ്മളെന്തോ ഇവിടെ ഭയങ്കരമായ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ജോലി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു കാര്യമില്ലാത്ത സ്ഥലമാണ്, വെറുതെ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ പറയുന്നത്. അങ്ങനെ അല്ലാതെ നമുക്കത് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മാറ്റങ്ങളെ മനസ്സിലാക്കി എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന, അത് ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന എല്ലാ ജീവികളും നിലനിൽക്കും എന്നറിയുന്ന പോലെ ഫാസ്റ്റായി അഡാപ്റ്റ് ചെയ്യുന്ന പ്രദേശത്തുള്ള ജനങ്ങളും സർവൈവ് ചെയ്യുമെന്ന് അറിയുക എന്നുള്ളതാണ്. ഈ തീരപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരെ മാറ്റി പാർപ്പിക്കുന്നത് പോലെ തന്നെ വേണ്ടതല്ലേ ഈ ഉയർന്ന ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലത്തെ ജനങ്ങളെയും? അത് ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുള്ളതാണത്. ഇതൊരു നമുക്ക് 3 തരത്തില് ജനറലി മലപ്രദേശവും മിഡിൽ പ്രദേശവും അത് കഴിഞ്ഞിട്ട് താഴെ തീരപ്രദേശവും കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ തിരിച്ചിട്ടുള്ളതാണ്. ഇതിന് 3-നും 3 സൊല്യൂഷന് ഒന്നിച്ചല്ല. അപ്പൊ എത്ര ഡിഗ്രി ആംഗിളിൽ വരെ ചരിവുള്ള മലയം പ്രദേശത്ത് ഒരിക്കലും വീട് വെക്കുക, അതിനെ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവിടെ നിയമം കൊണ്ട് തന്നെ പറയേണ്ടതാണ്. ഇതുപോലെ കടലിന്റെ ഇപ്പം നമ്മൾ വയ്ക്കുന്ന കോസ്റ്റൽ സോൺ നിരോധനങ്ങളുണ്ട്. അതിനകത്ത് വിട്ടുവീഴ്ചകളൊക്കെ നമുക്ക് ചെയ്യാൻ എപ്പോഴും. കാരണം ഇത് എല്ലാവരും കൂടി ജീവിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് അറിയാം. അല്ലാതെ രക്ഷിച്ചിട്ട് എന്താണ് ആർക്കും പ്രയോജനമില്ലാതെ ഒരു സ്ഥലം ഇരിക്കുന്നുള്ളതല്ല. അവിടെ ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന വീടുള്ള ഒരാള് തീരപ്രദേശത്ത് താമസിക്കേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? എവിടെയും താമസിക്കരുത്. അതാണ് അതിനകത്ത് ഉള്ളത്. നമുക്ക് അത് നീക്കാൻ പറ്റും. നമുക്ക് ഒരിടത്ത് കുറ്റിയടിച്ച് ഒരു റിങ് ഇട്ട് അത് നിർത്തുന്നത് പോലെ തന്നെയാണ് അതിനൊരു മോട്ടർ വെച്ചാൽ നീക്കാനും പറ്റും. അപ്പൊ വലിയ തിരകൾ വരുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകാനും വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് തീരപ്രദേശത്തേക്ക് വീണ്ടും വരാനും ഒക്കെ പറ്റുന്ന നിലവാരത്തിൽ അത് മാറ്റാൻ പറ്റും. ഇതൊന്നും അതിന്റെ സൊല്യൂഷന്റെ ഏരിയകൾ എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്. അത് ഞാനിങ്ങനെ ഒറ്റ അയാളിൽ മുഴുവനും കൂടെ പറയുക എന്നുള്ള അർത്ഥമേ അല്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് പല തരത്തിലുള്ള പരിഹാരം ഉണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഭൂവിഭാഗങ്ങൾ എങ്ങനെ കിടക്കുന്നു എന്നുള്ളത് പരിശോധിച്ച് അതിനനുസരിച്ച് മാത്രമേ വീടുകൾ വെക്കാവൂ,
സ്ഥലങ്ങൾ വാങ്ങാവും. ഈ സ്ഥലങ്ങള് കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് നിലനിർത്തുക എന്നുള്ളതല്ലാതെ വീട് വെക്കുന്നതിന് വേണ്ട. വീട് നമ്മൾ ഒരു വീടിന് വേണ്ടി വേറൊരു വീട് വെക്കുക എന്ന് നഗരങ്ങളിൽ ലോകം മുഴുവൻ കണ്ടുപിടിക്കുന്ന കാലത്ത് എന്തുകൊണ്ടാണ് പരന്ന് വീട് വെക്കാത്തത് എന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അത് കാരണം കൊണ്ട് അത്തരത്തിലുള്ള ബലപ്പെടുത്തി മേപ്പോട്ട് വെക്കുക എന്നുള്ളത് തന്നെ കാര്യം. ആകാശത്താണ് നമ്മൾ വീട് വെക്കുന്നത്. 100 സെന്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 100 സെന്റ് സ്ഥലത്ത് ലക്ഷം വീട് വെക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മേപ്പോട്ട് വെക്കുന്നതാണ്. അപ്പൊ ഈ ലെവലിലുള്ള പരിഹാരങ്ങൾ നമുക്ക് ഇതുവരെ നമ്മൾ ഈ മേപ്പോട്ട് വയ്ക്കുന്നത് എന്തോ ഒരു മോശം കാര്യമാണെന്നുള്ള നിലവാരത്തിലാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ നമ്മളൊന്നും ഫ്ലാറ്റിന്റെ ആൾക്കാരില്ല. ഞങ്ങൾ ചുറ്റിനും തെങ്ങിന്റെ ചുവട്ടിലേക്ക് മൂത്രം ഒഴിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശകളൊക്കെ പറയും. ആ പറയുന്ന കാര്യമല്ലാതെ വേറെ പ്രയോജനരഹിതമായ ഒരു സ്ഥലമാണ്. നമുക്ക് എത്ര ചെലവ് കുറയുമെന്നല്ല. എന്നിട്ട് താഴെ തട്ടെന്ന് പറയുന്നത് താഴെ ഉള്ളവരുടെ മേൽത്തട്ടാണ്. നമ്മുടെ മേൽത്തട്ട് എന്ന് പറയുന്നത് മേൽത്തട്ടുകാരന് താഴ്ത്തട്ട്. ഇങ്ങനെ കാരണം കൊണ്ട് ഈ രണ്ടെണ്ണത്തിന്റെയും വില കുറയും. ആകെപ്പാട് ഈ ഭിത്തിയുടെ കാശാണ് നമ്മൾ ഈ ഓരോ അപ്പാർട്ട്മെന്റിനകത്ത് കൊടുക്കേണ്ടി വരുന്നത്. ഇത് മേപ്പോട്ട് പണിയും തോറും ചെലവ് കുറയുകയാണ് ചെയ്യും. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, കോമൺ ആയിട്ടുള്ള ഗ്യാസ്, കോമൺ ആയിട്ടുള്ള വെള്ളം, ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് കോമൺ ആക്കി മാറ്റാൻ. ഇതുകൊണ്ടാണ് ചെലവ് വളരെ കുറയുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വീട് മണ്ണിൽ വെക്കുമ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലവും കൂടാണ് പോകുന്നത്. മറ്റ് ജീവികൾക്ക് ജീവിക്കാനുള്ള സ്ഥലം പോകും. നമുക്ക് അല്ലാതെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അല്ലാതെ ആന വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കേണ്ട. ആ സ്ഥലങ്ങളൊക്കെ കടന്നു പോകും. ഇനി കൃഷിയെ പറ്റി തന്നെ നമ്മൾ അതിനകത്ത് വെച്ചാൽ ഈ പറയുന്ന കിട്ടങ്ങളിലെല്ലാം കൃഷി നടത്താവുന്ന സ്ഥലങ്ങളായിട്ട് ലോകം മാറിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ വിഷയം ഞാൻ ഇവിടെ പറയുന്നില്ല. മഴയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം അവിടെ ഇയാൾ ഈ ചോദിച്ച ഭക്ഷണക്രമം എന്നൊക്കെ പറഞ്ഞ് മഴക്കാലത്ത് ഭക്ഷണം എന്ന് പറയുന്നത് വൃത്തിയായിട്ട് കഴിക്കണം. ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസും വരാതെയും കോളറായും ഒക്കെ വരാതെ വെള്ളം തിളപ്പിച്ച് കുടിക്കണം എന്നൊക്കെ പിടിക്കുന്ന കാര്യമുള്ളൂ. അതൊക്കെ എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുന്നതാണ്. അതിനകത്ത് സവിശേഷമായ കാര്യമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ആരോഗ്യപരമായി നിലനിൽക്കേണ്ടതിന് ഇപ്പൊ മഴക്കാലത്ത് കൂടുതൽ വാദത്തിന്റെ അതൊക്കെ ഈ വാദം എന്നൊക്കെ പറയുന്നത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് രോഗവീക്ഷണവും സന്ധിബന്ധങ്ങള് പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ കിടക്കുന്ന സ്ഥലവും എടുക്കുന്നതും ബലപ്പെടുത്തേണ്ടതായിട്ടുള്ള വർക്കുകളാണ്. അത് തണുപ്പുള്ളപ്പോൾ വരുന്നതൊന്നും അല്ല. തണുപ്പും മഴയൊക്കെ ഉള്ള സമയത്ത് ധരിക്കേണ്ട വസ്ത്രങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. തണുപ്പ് താങ്ങാൻ പറ്റാതെ പ്രായമായവർക്ക് വരുന്ന സാധനങ്ങളാണ്. ആ പ്രായമായ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ലോകത്തുണ്ടായിരുന്നു. ഒരു 50 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സായ ആൾക്കാർ ശരീരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ വളരെ കോമണാണ്. നിങ്ങൾ ഈ നെറ്റിനകത്തൊക്കെ നോക്കി അപ്പം കാണും. അതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നോക്കും. അതൊക്കെയാണ് ചെയ്തത്. അല്ലാതെ അതിന് നമ്മളിങ്ങനെ രാവിലെ കാപ്പി ഇട്ട് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആയുർവേദത്തിൽ പഠിപ്പിക്കുന്ന ആ സാധനങ്ങളൊന്നും അതൊന്നും ഞാൻ പറയാൻ പാടില്ല. അങ്ങനല്ല അത് കാണേണ്ടതാണ്. മറ്റേതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സയന്റിഫിക് നോളജ് വരെ ഉണ്ടാക്കി അത് ഒരാളും പ്രാക്ടീസ് ചെയ്യേണ്ട വ്യക്തിഗതമായ വേരിയേഷൻസ്. അതൊരു മെഡിക്കൽ കൺസൾട്ടന്റ് പോലെ ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യൻ ഇവരൊക്കെ പറയേണ്ട ഒരു കാര്യം. അത് ജനറലി പറഞ്ഞിട്ടൊരു കാര്യം. നായർ ഇഞ്ചി വിഷം, അച്ചിത്തു കൊഞ്ച് വിഷം എന്ന് പറയുന്നത്. ഇഞ്ചി കൊഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇഞ്ചി ഇട്ടാൽ പോവും. പക്ഷെ ഇഞ്ചി തിന്നാൽ അലർജി ഉള്ളവർക്ക് അത് ഇടാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ കൊഞ്ചിന്റെ എന്തെങ്കിലും ഒരു അലർജി ഉണ്ടാകുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇഞ്ചി ഇട്ട അലർജി പിടിക്കുന്നതിനെ ഇത് ഇടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ നായർക്ക് പറ്റുന്നത് അച്ചിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് രണ്ടുപേർക്ക് വ്യത്യസ്തമായിട്ട് അറിയണം എന്നറിയുന്നത് പോലെ സൂക്ഷ്മമായിട്ട് അറിയേണ്ട ഒരു ഏരിയയാണ് ഈ ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ. വളരെ ജനറലി നമ്മൾ പറയുന്ന പ്രോട്ടീൻ, വൈറ്റമിൻ, കാർബോഹൈഡ്രേറ്റ്, ട്രേസ് എലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്താൽ അതൊരു ജനറൽ കാറ്റഗറി. അതിനകത്ത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് നമുക്ക് നിലനിൽക്കണം. രണ്ടാമതായിട്ട് വേണ്ടത് പ്രോട്ടീനാണ്. അത് കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ് വേണം. അത് കഴിഞ്ഞ്
എലിമെന്റ്സ് ഇത്രയും വരണം എന്നുള്ള ഒരു പൊതുവായി പറയാം. അത്രയാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ആ സാധനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഓരോ ആളിനും അവരെന്ത് ചെയ്ത് ജീവിക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടുള്ള പറച്ചിലേ നടക്കും. 3 ഷിഫ്റ്റിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാളോട് നമ്മൾ ഈ തരത്തിലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മാത്രമല്ല, ജീവിതം മാറിപ്പോ. ജീവിക്കുന്നതേ അപകടമാണെന്ന് വിചാരിക്കാം. അങ്ങനെ പറ്റത്തില്ല. നമ്മൾ അതൊക്കെ ഇതുപോലെ അറിയണം. ആധുനിക ജീവിതം മനുഷ്യർക്ക് വരുമ്പോൾ അവൻ്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതാത് പ്രദേശത്ത് അതാത് നാട്ടിനകത്ത് ആൾക്കാർ റിസർച്ച് ചെയ്ത് കണ്ടെത്തി പറയുന്നതാണ്. അത് ജനറലായിട്ട് പറഞ്ഞാൽ എല്ലാവരും വിഷമിക്കാനേ പറ്റും. അതിൻ്റെ വ്യത്യസ്തതകൾ ഇഷ്ടംപോലും. അത് ഓരോ വർഷം കഴിയുന്നതും നമ്മുടെ മരുന്നെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 2 mg, അത് കഴിഞ്ഞാൽ പിന്നെ 5 mg, അത് കഴിഞ്ഞ് 10 mg, ഇങ്ങനെയൊക്കെ ആയിരിക്കും മരുന്നൊക്കെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് 1.5 വേണമായിരിക്കും, വേറൊരാൾക്ക് 2.5 വേണമായിരിക്കും. ഈ സമയത്തൊക്കെ കൂടുതൽ ഡോസിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റുകൾ കൂടുതൽ അനുഭവിക്കും. അത് ഗുളിക ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഇത്രയൊക്കെ കഴിയുള്ളൂ, അതിൻ്റെ പരിമിതികളാണ്. അത് ഷട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 20 കഴിഞ്ഞാൽ പിന്നെ 22. ഇതിനിടയ്ക്കുള്ള 21 കുഴയും. അതിന് ഏത് ഷർട്ട് ഇട്ടാലും ഒന്ന് പിടിക്കും, ഒന്ന് ലൂസായി. ഷൂലൊക്കെ കൂടുതൽ ഈ സാധനങ്ങൾ വരുന്ന കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ചേർന്ന അളവെടുത്ത് പണ്ട് കാലത്ത് തയ്ക്കുന്നവരെ തയ്ച്ചാലേ അത് നിൽക്കും. അങ്ങനെ തയ്ക്കുമ്പോഴും തടി കൂടിപ്പോയാൽ 1 മാസം കൊണ്ട് തന്നെ അതെല്ലാം ശരിയാകും. അപ്പൊ അതെല്ലാം ഒത്തിരി ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുന്നത് ഫിറ്റ്. പക്ഷെ കമ്പ്യൂട്ടറും ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം വന്ന സ്ഥിതി മരുന്നൊക്കെ നമുക്ക് പേഴ്സണലൈസ്ഡ് മെഡിസിനിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അപ്പോൾ മരുന്നുകൾ തന്നെ ഓർഡർ അനുസരിച്ചിട്ട് ബില്ല് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ആമസോണിലൊക്കെ പറഞ്ഞിട്ട് വരുത്തത്തില്ലേ, അതുപോലെ ബൈ ഓർഡർ പ്രിന്റ് ചെയ്യുന്ന ബുക്കുകൾ ഇപ്പോൾ ഉണ്ട്. ബൈ ഓർഡർ പ്രിന്റ് ചെയ്യും, അല്ലാതെ പ്രിന്റ് ചെയ്ത് വെക്കുന്നില്ല. ബൈ ഓർഡർ മാനുഫാക്ചർ ചെയ്ത് തരുന്ന മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ 80% പ്രശ്നം വരും. അതുകൊണ്ട് ഈ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ കറക്റ്റ് ഡോസ് കിട്ടാത്തതിൻ്റെ ആണ് യഥാർത്ഥ സൈഡ് ഇഫക്റ്റ്. അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പേഴ്സണലൈസ്ഡ് മെഡിസിൻ്റെ ലോകങ്ങൾ വരുന്നത്. ബൈ ഓർഡർ പ്രിന്റ് ചെയ്യുന്ന ബുക്കുകളെ പോലെ ബൈ ഓർഡർ മെഡിസിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നിരന്തരം നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നമുക്ക് നേരത്തെ ഓർഡർ ചെയ്ത് മേടിച്ചാൽ മതി. വളരെ കൃത്യമാക്കാൻ പറ്റും. ഒരാൾക്ക് പറ്റുന്ന നിലവാരത്തിൽ മരുന്ന് കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് പറ്റുന്ന നിലവാരത്തിൽ അത് ശരീരത്തിന് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി രോഗങ്ങൾക്ക് വളരെ വലിയ ശമനം. അതിനെയാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. അതൊക്കെ അതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കേണ്ടി വരും. അതൊക്കെ ഇത് വളരെ സൂക്ഷ്മമായിട്ട് ആ മേഖലകളൊക്കെ കെമിസ്ട്രി പഠിച്ചവർ, മെഡിസിൻ പഠിച്ചവർ, കെമിസ്ട്രി ഒക്കെ തന്നെ വേണം അവരിതിന്ന് സംസാരിച്ച് പറയുന്നത്.